കൊല്ലത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഗൗതമിനായുള്ള തെരച്ചിൽ നിർത്തിയതിനെതിരെ കുടുംബം. ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെ തിരിഞ്ഞു നോക്കിയില്ല. സർക്കാർ സംവിധാനങ്ങൾക്ക് ഏകോപനമില്ല. തീരത്ത് എയർ ആംബുലൻസ് സംവിധാനം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. എൻ്റെ വീട്ടിൽ നിന്ന് 3 പേരാണ്. ഈ കുടുംബത്തിൽ നിന്ന് എനിക്കുള്ള 3 ആണുങ്ങളാണ് കടലിൽ പോയിരിക്കുന്നത്. 17 പേര് പോയതിൽ എൻ്റെ 3 പേരും പോയി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരെ ഞങ്ങൾക്കൊരു സഹായമോ തെരച്ചിലോ നടക്കുന്നില്ല. ഇപ്പം ഞങ്ങളുടെ ആൾക്കാർ മാത്രമാണ് തിരയുന്നത്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു തെരച്ചിൽ അവരെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുള്ള കാരണമൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ തിരഞ്ഞ് എൻ്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് എടുത്തു തരണം. കാണാതായ ഗൗതമിൻ്റെ മുത്തശ്ശി സുമംഗലയുടെ ഈ അപേക്ഷ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്ന് കേൾക്കണം. ശക്തമായ മഴയത്തും കാറ്റിലും പെട്ട് കൊല്ലം പുത്തൻതുറയിലെ ഒരു കുടുംബത്തിലെ 3 പേരെ നഷ്ടപ്പെട്ടിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഗൗതമിനായുള്ള തെരച്ചിൽ സർക്കാർ നിർത്തി. കുടുംബം ആവശ്യപ്പെട്ടാൽ ബോട്ടെടുത്ത് പോയെന്ന് വരുത്തും. ഗൗതം മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയണമെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവീൺ ആവശ്യപ്പെട്ടു. ഇവർ തിരച്ചിൽ ഇതുവരെ നിർത്തിവെച്ചേക്കുക. നമ്മൾ കുറേയൊക്കെ നോക്കി, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നോക്കി. അത് കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. അത് കുടുംബത്തിലെ 3 പേരല്ലേ ഒരുമിച്ച് പോയത്. അപ്പം അവനെ നമുക്ക് എങ്ങനെ ജീവനോടുണ്ടോ അതോ മരിച്ചോ എന്ന് നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ട് ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഇതുപോലെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. നമ്മൾ സർക്കാർ തങ്ങളെ അന്വേഷിക്കുന്നില്ല. വകുപ്പ് മന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികളെ കറിവേപ്പിലയാക്കരുതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഈ 6 ദിവസമായി ഞങ്ങളുടെ ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് ആ മകനെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ചിന്തിക്കാൻ പോലും ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യം തന്നെയാണ്. മെറൈൻ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന ഫിഷറീസിൻ്റെ ഒരു വകുപ്പ് ഇവിടെ ഉണ്ട്. പക്ഷേ അതെന്തിനാണ് അങ്ങനെ ഒരു വകുപ്പിനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാതിരിക്കുകയാണ്. ഈ തിരച്ചിൽ നടക്കുന്ന സമയങ്ങളിൽ വിളിച്ചു പറയുമ്പോഴല്ലാതെ അവർ ഈ കടലിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഉരുൾപൊട്ടലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ സൈന്യം എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ അങ്ങോട്ട് വിളിക്കുകയും അവർ ആത്മാർത്ഥമായി അവിടെ പോയി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. പക്ഷേ ഇവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും ഈ ആര് രക്ഷിക്കും എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. അടിയന്തരമായി എയർ ആംബുലൻസ് സംവിധാനം തീരമേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുത്തണമെന്നും ഗൗതമിന്റെ കുടുംബം അഭ്യർത്ഥിച്ചു. പുത്തൻതുറയിലെ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് നഷ്ടപ്പെട്ടത്. 2 പേരുടെ മൃതശരീരങ്ങൾ ഇവിടെ ഈ മണ്ണിലുണ്ട്. പക്ഷേ ഗൗതം കൃഷ്ണ ജീവനോടുണ്ടോ അതോ നഷ്ടപ്പെട്ടോ, അതാണ് ഈ കുടുംബത്തിന് അറിയേണ്ടത്. തെരച്ചിൽ നിർത്തിയതിനെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. ഫിഷറീസ് മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും അവർക്ക് പരാതിയുണ്ട്. ചവറയിൽ നിന്ന് രാജ്കുമാർ.